ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വിധി എഴുതാനായി കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽക്കേ തന്നെ നിരവധി ആളുകളാണ് തങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്ക് ക്യൂ നിൽക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. 7 മണി മുതൽക്കേ തന്നെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ആരംഭിച്ചു. അതിനു മുൻപേ തന്നെ നീണ്ട നിരയാണ് എല്ലായിടത്തും കാണാനായിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തവനൂർ മണ്ഡലത്തിലെ CPN UP സ്കൂളിലാണ്. ഇവിടെ പൊതുവേ തന്നെ നല്ല തിരക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിട്ടുള്ളത്. തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് നിരവധി ആളുകൾ രാവിലെ മുതൽക്കേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം 6 മണി വരെയാണ് തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിലായി ആകെ 2,77,49,159 വോട്ടർമാരാണ് കേരളത്തിൽ ഇന്ന് വിധി എഴുതുക. രാവിലെ 7 മണി മുതൽക്കേ തന്നെ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി ആളുകൾ വൻ ക്യൂ ആണ് എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും തങ്ങളുടെ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, നിലവിൽ ഇന്നത്തെ കാലാവസ്ഥ സ്ഥിതി അനുസരിച്ച് ചൂട് അധികമാണ്. 41 ഡിഗ്രി വരെ ഉയരുമെന്ന മുന്നറിയിപ്പ് എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ ബൂത്തുകളിൽ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ തണൽ, അത്തരത്തിലുള്ള കസേരകൾ എല്ലാം തന്നെ പോളിംഗ് ബൂത്തുകളിലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് തന്നെയാണ് എല്ലായിടത്തും സുഗമമായ നടത്തിപ്പുമായിട്ട് പോളിംഗ് നടക്കുന്നത്. അതുമാത്രമല്ല, തിരഞ്ഞെടുപ്പ് പരിഗണിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യം അടക്കമുള്ള വിവിധയിടങ്ങളിൽ പ്രശ്നബാധിത മേഖലകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അവിടങ്ങളെല്ലാം തന്നെ കേന്ദ്രസേനയെ നിയോഗിച്ചിട്ടുണ്ട്. 1,00,000-ഓളം പോലീസുകാരെ ആണ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായിട്ട് വിവിധയിടങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളത്. 500-ലധികം ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് എല്ലായിടത്തും കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും അതാത് ഡ്യൂട്ടിക്കുള്ള പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 25,229 വോട്ടിംഗ് സ്റ്റേഷനുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത്. അത്തരത്തിൽ എല്ലായിടത്തും തവനൂർ മണ്ഡലത്തിലും പൊന്നാനി, തൃത്താല മേഖലകളിലെല്ലാം തന്നെ വോട്ടിംഗ് വളരെ സമാധാനപരമായ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ ക്യൂവിൽ ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും കാണാൻ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും ആർക്കും ബുദ്ധിമുട്ട്, യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് എല്ലായിടത്തും വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ടോയ്ലറ്റ്, കുടിവെള്ള സൗകര്യം, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം ക്യൂ, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇക്കുറി ഒരുക്കിയിട്ടുണ്ട്. ചൂട് പരിഗണിച്ച് അതിനുള്ള എല്ലാവിധ മുൻകരുതലുകളും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നിയോഗിച്ചിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി KS ഹംസ പാഞ്ഞാൾ പഞ്ചായത്തില് വോട്ട് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ സമദാനി, നിവേദിത ഗുരുവായൂരാണ്. അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിവിധയിടങ്ങളിൽ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽക്കുള്ള ഈ ക്യൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും വോട്ടിംഗ് വളരെയധികം സമാധാനപരമായിട്ട് തന്നെയാണ് പുരോഗമിക്കുന്നത്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെ ചില യന്ത്ര തകരാറുകളും മറ്റുമൊക്കെ സംഭവിച്ചെങ്കിലും അതിനെയൊന്നും വോട്ടിങ്ങിനെ ഒന്നും ബാധിക്കാതെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ആളുകൾക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥ മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒഴിച്ചാൽ രാവിലെ ഏകദേശം 8 മണിയോട് കൂടി ഈ പണിമുടക്കിയ വോട്ടിംഗ് മെഷീനുകൾ പുനഃക്രമീകരിച്ച് എല്ലാം സാധാരണ നിലയിലേക്കാക്കി എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് എല്ലായിടത്തും വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. അത്തരത്തിൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എല്ലാവർക്കും സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സമാധാനപരമായി എല്ലായിടത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ വോട്ടെടുപ്പ് എല്ലായിടത്തും എല്ലാ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NCV ന്യൂസ്.